സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ വിവേകത്തെ വിശദമായി പറഞ്ഞു. വൈരാഗ്യത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പം വൈരാഗ്യം രാഗമൊഴിഞ്ഞ അവസ്ഥയാണ്. അതാകട്ടെ വിവേകത്തിൽ നിന്ന് ജനിക്കുന്നതുമാണ്. വേദാന്ത സാധകനെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായി വേണ്ട സാധനാ സമ്പത്തികളാണ് വിവേകവും വൈരാഗ്യവും. അപ്പോൾ വിവേകത്തിൽ നിന്ന്, വിചാരത്തിൽ നിന്ന് വൈരാഗ്യം, രാഗമൊഴിഞ്ഞ അവസ്ഥ. രാഗത്തിന് ഹേതുവാകുന്നത് ഏറ്റവും അധികം സ്ത്രീയെ സംബന്ധിച്ച് പുരുഷൻ, പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ. ഒന്ന്, ഇതര ലിംഗം എന്നർത്ഥം. അതാണ് വിശദമായി ചിന്തിച്ചത്. അതുപോലെ തന്നെയാണ് ധനം. ഇവിടെ കാമം വേണ്ടെന്ന് ആരും പറഞ്ഞില്ല, അർത്ഥം വേണ്ടെന്ന് ആരും പറയില്ല. പക്ഷേ വിവേകത്തെ ഇല്ലാതാക്കും വിധം അത്തരം വിഷയങ്ങളിലുള്ള ഭ്രമം നമ്മെ എത്രമാത്രം സാധനാ ജീവിതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും എന്ന് പറയുക അവിടെ ചെയ്യണത്. അങ്ങനെ വൈരാഗ്യത്തെ ജനിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ പുരുഷനായ ശിഷ്യനോടാണ് ഉപദേശിക്കുന്നത് എന്നതുകൊണ്ട് സ്ത്രീയെയാണ് അധികം വർണ്ണിച്ചത്. സ്ത്രീയായ ശിഷ്യനോട് ഉപദേശിക്കണമെന്ന് വെച്ചാൽ പുരുഷ രൂപമാണ് അധികം വർണ്ണിക്കേണ്ടത്. എന്നാൽ ധനം എല്ലാവർക്കും തുല്യമാണ്. അതിനെക്കൊണ്ട് പറയുകയാണ്, ധനം ഭയനിബന്ധനം സതത ദുഃഖ സംവർദ്ധനം പ്രചണ്ഡതരകർദനം സ്ഫുടിതബന്ധു സംവർദ്ധനം വിശിഷ്ടഗുണബാധനം കൃപണധീസമാരാധനം ന മുക്തിഗതി സാധനം ഭവതി നാപി ഹൃച്ഛോധനം. പറഞ്ഞല്ലോ. അപ്പം അത് 70. ധനം ഭയനിബന്ധനം. ധനം ഭയനിബന്ധനമാണ്. ഭയത്തെ നിബന്ധിക്കുന്നതാണ്, ഭയത്തിൽ നിബന്ധിക്കുന്നതാണ്. ആരെങ്കിലും കൊണ്ടുപോവുക, പേടിയാണ്. പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അപ്പം പേടി തുടങ്ങും. ആരെങ്കിലും ചോദിക്കുകയോ, ആരെങ്കിലും മോഷ്ടിക്കുകയോ. സംരക്ഷിക്കാനുള്ള ഭയം അല്ലേ? എങ്ങനെയാ സംരക്ഷിക്കുക? ബന്ധുക്കൾ ആരെങ്കിലും വരുമോ? അച്ഛനെപ്പോലും ഉണ്ടാവും, മക്കളെപ്പോലും ഉണ്ടാവും. അച്ഛൻ മക്കളെ കൊണ്ട് ചിന്തിക്കുക, അവനായിട്ട് പൈസ ചോദിക്കുകയോ എങ്ങനെയാ കൊടുക്കാതിരിക്കുക. മക്കൾ അച്ഛനെ കൊണ്ട് ചിന്തിക്കും. മകളാണ് ധനം ആർജിക്കുന്ന ആൾ വെച്ചാൽ അച്ഛൻ വയസ്സുകാലത്ത് ചോദിക്കുകയോ, ചോദിച്ചാൽ എങ്ങനെ ഇല്ലയെന്ന് പറയുക എന്നൊക്കെ ഉള്ളത്. ഭയനിബന്ധനം. സതത ദുഃഖ സംവർദ്ധനം. നിരന്തരം ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. നിരന്തരം. അതെങ്ങനെയാ ദുഃഖം? ആർജനേ ദുഃഖം, രക്ഷണേ ദുഃഖം, വ്യയേ ദുഃഖം, ദാനേ ദുഃഖം ഒക്കെ പ്രശ്നം തന്നെയാണ്. അതാണ് സതത ദുഃഖ സംവർദ്ധനം. പ്രചണ്ഡതര കർദനം. വർദ്ധിച്ച ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്, ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. സ്ഫുടിത ബന്ധു സംവർദ്ധനം. അവിടെ സ്ഫുടിത ബന്ധു സംവർദ്ധനം. ബന്ധു സംവർദ്ധനമാണ്, അത് നമുക്കറിയാം. പണക്കാരെ വീട്ടിൽ ബന്ധുക്കൾ എപ്പോഴും ഉണ്ടാവും ഇല്ലേ? ധനം ഉണ്ടെങ്കിൽ ധാരാളം ബന്ധുക്കൾ വരും. പക്ഷെ സ്ഫുടിത ബന്ധുക്കളാണ്. ഒരല്പം പഴിച്ചാൽ ഒക്കെ പൊട്ടിപ്പോവും. അതുവരെ ചെയ്തതൊന്നും എവിടെ ഉണ്ടാവില്ല. ബന്ധുക്കളെ വർദ്ധിപ്പിക്കുന്നു. വിശിഷ്ട ഗുണബാധനം.
എന്നല്ല, നമ്മളിൽ എന്തെല്ലാം വിശിഷ്ട ഗുണങ്ങളുണ്ടോ അവയൊക്കെ നശിപ്പിക്കുന്നതാണ് ധനം. ധനം കൂടുമ്പോൾ അത് വേണം തോന്നും, ഇത് വേണം തോന്നും, അത്തരം കൂട്ടുകെട്ടുകൾ വരും. ഇതുവരെ കൂടിയ കൂട്ടൊന്നും പോരാൻ തോന്നും. അങ്ങനെ വിശിഷ്ട ഗുണ ബാധനം, വിശിഷ്ട ഗുണങ്ങളെ ബാധിക്കുന്നതാണ്. കൃപണധീ സമാരാധനം. കൃപണന്മാർ, നിസ്സാരന്മാർ നമ്മളെ ആരാധിക്കാൻ തുടങ്ങും, നമ്മളും നിസ്സാരന്മാരെ ആരാധിക്കാൻ തുടങ്ങും. രണ്ടും സംഭവിക്കും. ഇല്ലേ? അതെ. ന മുക്തിഗതി സാധനം. മുക്തിഗതി സാധനമല്ല. നാഭിഹൃച്ഛോദനം. അതൊക്കെ സഹിക്കാമായിരുന്നു. അന്ധകരണ ശുദ്ധി ഉണ്ടാവും. അതുമില്ല. അന്ധകരണത്തെ ശുദ്ധമാക്കുകയുമില്ല. നമ്മൾ വായിച്ചതാണ്. രാജ്ഞോ ഭയം ചോരഭയം പ്രമാദാത് ഭയം തഥാജ്ഞാതി ഭയം ച വസ്തുതഃ ധനം ഭയഗ്രസ്തമനർത്ഥമൂലം യതസ്സതാം നൈവ സുഖായ കൽപ്പതേ. രാജ്ഞോ ഭയം. രാജാവിൽ നിന്ന് ഭയം. രാജാവ് വെച്ചാൽ ഭരണാധികാരി. ഇല്ലേ? ഭരണാധികാരിയിൽ നിന്ന് ഭയമാണ്. ടാക്സ് കൂട്ടുവോ, പിടിച്ചെടുക്കുവോ, വലിയ പ്രശ്നമാണ്. ഓരോ ബജറ്റും വരുമ്പോഴേ അറിയുള്ളൂ എങ്ങനെയാണ് ടാക്സിൻ്റെ നിലപാട്. അപ്പോൾ രാജാവിന് എപ്പോഴും ഭയമാണ്, എപ്പോഴും ഭയം. ചില്ലാനം കയ്യിലുള്ള ആൾക്ക്. ചോരഭയം. കള്ളം കൊണ്ടുപോകുമോ എന്നുള്ള ഭയം. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അതുമില്ല. ചോരഭയം. പ്രമാദാത് ഭയം. എനിക്കേറ്റോ പ്രമാദം വന്നു പോവുമോ എന്നുള്ള ഭയം. പ്രമാദം വെച്ചാൽ വേണ്ട ഗൗരവമില്ലായ്മ. വല്ലപ്പോഴും വാതിലടയ്ക്കാൻ മറന്നു പോവോ, കൂട്ടാൻ മറന്നു പോവോ എന്നൊക്കെയുള്ള ഭയം. അതാണ് പ്രമാദം വരുമോ എന്നുള്ള ഭയം. ജ്ഞാതി ഭയം. ബന്ധുക്കളെ ഭയം. ബന്ധുജനങ്ങൾ വീട്ടിൽ വരുമ്പോൾ സംശയം തോന്നുകയായി. പണം ചോദിക്കാനാവുമോ, വരുന്നുണ്ടാവുക, എന്തിനാ അങ്ങനെ എഴുന്നള്ളിച്ച് വരുന്നേ, ഇല്ലേ? പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലല്ലോ ഇപ്പോൾ വരാൻ. കടം ചോദിക്കാനാവും. ജ്ഞാതി ഭയം. വസ്തുതഃ ധനം ഭയഗ്രസ്തം. ചിന്തിച്ചു കഴിഞ്ഞാൽ ധനം ഭയത്താൽ ഗ്രസിക്കപ്പെട്ടതാണ്, അനർത്ഥമൂലമാണ്. അതുകൊണ്ട് സതാം സുഖായന കൽപ്പതേ. സജ്ജനങ്ങൾക്ക് സുഖത്തിനായി തീരുന്നില്ല. ആർജനേ രക്ഷണേ ദാനേ വ്യയേ വാപി ച വസ്തുതഃ ദുഃഖമേവ സദാ നൃണാം ന ധനം സുഖസാധനം. ആർജനേ ദുഃഖം. പറയാറില്ലേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നറിയോ? ഇല്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്ന് പറയാറുണ്ട്. അപ്പോൾ നേടാൻ വേണ്ടി കഷ്ടം തന്നെയാണ് ദുഃഖം. ആർജനേ ദുഃഖം, രക്ഷണേ ദുഃഖം. ആർജിക്കുന്നതിനേക്കാൾ ദുഃഖമാണ് രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ. വളരെ കഷ്ടപ്പാട്. ധനം. ദാനേ ദുഃഖം. ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. ചിദാനന്ദ സ്വാമി വന്ന് ചോദിച്ചു, പിന്നെ എങ്ങനെയാ കൊടുക്കാതിരിക്കുക? കൊടുക്കുമ്പോൾ മനസ്സിനൊരു അയ്യോ, ഈ പഹയൻ ചോദിച്ചല്ലോ, അല്ലേ, എന്താ ഇപ്പം ചെയ്യാം. ദാനേ ദുഃഖം. വ്യയേ ദുഃഖം. ചെലവായാൽ ദുഃഖം. ധനം എന്തിനുള്ളത്? ആവശ്യത്തിനുള്ളതല്ലേ. പണം ചെലവാക്കാനുള്ളതാണ്. മറ്റു പണത്തിന് എന്ത് വിലയുള്ളത്? ചെലവാക്കാൻ പറ്റൂല വെച്ചാൽ പിന്നെ പണത്തിന് എന്ത് വിലയുള്ളത്? കടലാസിൻ്റെ വിലയുള്ളൂ. അപ്പം ചെലവാക്കാനുള്ളതാണ് പണം. പക്ഷെ ചെലവാകുമ്പോൾ ഒരു ദുഃഖം. അയ്യോ, ചെലവായി പോണല്ലോ. ചെലവാക്കാനുള്ളതല്ലേ ഇത്. വ്യയേ ദുഃഖം. വസ്തുതഃ, വസ്തുതത്വം നോക്കിക്കഴിഞ്ഞാൽ സദാ നൃണാം ദുഃഖമേവ. മനുഷ്യന്മാർക്ക് എപ്പോഴും ദുഃഖം തന്നെയാണ്. ന സുഖസാധനം ധനം. ഈ ധനം സുഖസാധനമല്ല. ഇതിൻ്റെ മറ്റേ ഭാഗം പഠിക്കണേ. ഇത് മാത്രം പഠിച്ചാൽ പോരാ. ധനം ആർജിക്കണം എന്ന് ഉപദേശിക്കുന്ന ഭാഗം വേറെ ഉണ്ട്. ദാനത്തിനേ സന്തോഷമുള്ളൂ. വാങ്ങുക, കൊടുക്കുക.
ഇതല്ല, ഇത് അതിനോട് ഒട്ടലുള്ള ആൾക്ക് ദാനം ചെയ്യേണ്ടി വന്നാൽ ദുഃഖം തന്നെയാണ്. അല്ലാണോന്ന് വെച്ചാൽ ഈ ധനത്തോട് ഒട്ടലുള്ള ഒരാൾക്ക് ദാനം ചെയ്യേണ്ടി വന്നാൽ അത് ദുഃഖം തന്നെയാണ്. ചെയ്യേണ്ടി വന്നാൽ ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ശ്രാദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ദാനം ചെയ്യണം, അച്ഛന് വേണ്ടിയിട്ടല്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നാൽ ദാനം ചെയ്ത് കളയാം, അത്ര വേണോ, അത്രയായ പോരെ, എന്തൊരു കഷ്ടം അത് അല്ലേ, ദാനം ദുഃഖം. അല്ലെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മളെ പരിചയമുള്ള ആൾക്കാർ മുഖേനയാണ് വന്നിട്ടുള്ളത്, അമ്പലത്തിലെ പിരിവ് കൊണ്ടിട്ടോ 3 ആന വേണം പ്രാവശ്യം, ഒരു 50 ലക്ഷത്തിൻ്റെ കരിമരുന്നും വേണം, അപ്പം നിങ്ങൾ ഇത്ര തരണം. അപ്പോൾ കൊടുക്കരുത് മഹാപാപമെന്നറിയാം, മഹാപാപമാണ് കൊടുക്കരുത് എന്നറിയാം. പക്ഷേ വന്ന ആളാരാ? ഒഴിവാക്കാൻ പറ്റാത്ത ആളാ. വലിയ പ്രശ്നമാണ്. ദാനേ ദുഃഖം. ശരിക്കും പറഞ്ഞാൽ ദുഃഖമേവ സദാ നൃണാം ധനം ന സുഖസാധനം. നോക്കൂ, ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഇതൊന്നും ഇല്ലയെന്ന് വെച്ചോളൂ. പറയാണ് സതാമപി പദാർത്ഥസ്യ ലാഭാല്ലോഭ പ്രവർദ്ധതേ വിവേകോ ലുപ്യതേ ലോഭാത് തസ്മിൻ ലുപ്തേ വിനശ്യതി. സതാമപി പദാർത്ഥസ്യ ലാഭാത് ലോഭ പ്രവർത്തതേ. സജ്ജനങ്ങൾക്ക് പോലും പദാർത്ഥങ്ങളുടെ ലാഭം കൊണ്ട് ലോഭം ഉണ്ടാവും. പദാർത്ഥങ്ങൾ ലഭിക്കാത്തപ്പോൾ ലഭിക്കാനുള്ള വിചാരമായി, ലഭിച്ചു നോക്കുമ്പോഴോ ലോഭായി. ഇല്ലേ? പദാർത്ഥത്തിൻ്റെ ലാഭത്തിൽ ലോഭം. മിഠായി കൊണ്ടു തന്നു അല്ലേ, അപ്പോൾ ഉള്ളവർക്കൊക്കെ കൊടുക്കുക, ഇനി പുതിയ ആൾക്കാർ വരാതിരിക്കട്ടെ, അപ്പം എനിക്ക് കുറച്ചല്ലേ കഴിക്കാൻ പറ്റൂ അല്ലേ, ഞാൻ മെല്ലെ നാട് മാറ്റി മറിച്ച് വെച്ചു. അതാണ് ലാഭ ലോഭ. ആ മിഠായി കിട്ടിയിട്ടില്ലെങ്കിലോ പ്രശ്നമില്ല, കിട്ടി വെക്കുമ്പോഴോ ഇന്ന് കൊണ്ടുതന്നതാ മിഠായി കുട്ടപുറത്തിന്ന്. അപ്പോൾ ലാഭം കൊണ്ട് ലോഭം ഉണ്ടാവും. ലോഭം എന്ന് പറയുമ്പോൾ അത് വേണ്ട മാതിരി ചെലവഴിക്കാൻ ഒരു മടി കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ പോക്കറ്റിലുണ്ടാവും, കയ്യിലൊന്നും ഇല്ലാട്ടോ. അല്ലെങ്കിൽ ഒരാൾ ചോദിക്കാൻ വരുന്നുണ്ട് നടപ്പോൾ പോക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് മേശയിൽ വെച്ചു, പോക്കറ്റിലൊന്നുമില്ല, എന്താ ചെയ്യുക? ലാഭാലോഭ പ്രവർത്തത. വിവേകോ ലുപ്യതേ ലോഭാത്. ലോഭം വന്നാൽ എന്താ കുഴപ്പം? ലോഭം ഉണ്ടായിക്കോട്ടെ, വിവേകം നശിച്ചു പോകും. ലോഭം കൊണ്ട് വിവേകം നശിച്ചു പോകും. ലോഭം വന്നു കഴിഞ്ഞാൽ അരുതാത്തത് ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും, പറയരുതാത്തത് പറയും, പറയേണ്ടത് പറയില്ല, ഇതൊക്കെ സംഭവിക്കും. അതൊക്കെ നമ്മളിൽ സംഘർഷം ഉണ്ടാക്കും. ഈ സംഘർഷങ്ങളെ കൊണ്ടും വിവേകം നഷ്ടപ്പെട്ടാലും തസ്മിൻ ലുപ്തേ, വിവേകം നഷ്ടപ്പെട്ടാൽ വിനശ്യതി, മനുഷ്യൻ പിന്നെ കഴിഞ്ഞു. പിന്നെന്താ മനുഷ്യനാ? വിവേകമുള്ള കാലം വരെ മാത്രമേ മനുഷ്യൻ എന്ന് പറയാൻ പറ്റൂ. ഇതാണ് പദാർത്ഥലാഭത്തിൻ്റെ കുഴപ്പം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ധനം വേണ്ടെന്നാണോ? ധനം വേണം. പദാർത്ഥലാഭം വേണ്ടെന്നാണോ? പദാർത്ഥലാഭം വേണം. അതിനെല്ലാം ഉൾക്കൊള്ളാനും വേണ്ടതുപോലെ വിനിയോഗിക്കാനുള്ള ശക്തി ഉണ്ടാവണം. ധനത്തെ ദഹിപ്പിക്കാനുള്ള ശക്തി ഏറ്റവും പ്രധാനം. ധനത്തെ ദഹിപ്പിക്കാനുള്ള തപസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അത് പലപ്പോഴും ഉണ്ടാവില്ല. ദഹത്യലാഭേ നിസ്വത്വം ലാഭേ ലോഭോ ദഹത്യമും തസ്മാ സന്താപകം വിത്തം കസ്യ സൗഖ്യം പ്രയച്ഛതേ.
പറയാണ്, അലാഭേ നിസ്വത്വം ദഹതി. അലാഭേ നിസ്വത്വം ദഹതി. ദഹതി പൊള്ളിക്കുന്നു. എന്ത്? നിസ്വത്വം, ഒരു പണവും ഇല്ലായ്മ. നിസ്വത്വം, നിസ്വഭാവം. നിസ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വം എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ, എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. എപ്പോൾ നമ്മളെ പൊള്ളിക്കുന്നു? എപ്പോൾ? അലാഭേ, ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നിസ്വത്വമല്ലേ. ഈ നിസ്വത്വം നമ്മളെ തപിപ്പിക്കുന്നു. ഭഗവാനെ, എനിക്ക് ദാരിദ്ര്യമാണല്ലോ, എനിക്കൊന്നുമില്ലല്ലോ, എന്താ ചെയ്യുക? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? എങ്ങനെയാണ് വെള്ളം കുടിക്കുക? പണം ഒന്നുമില്ലല്ലോ കയ്യിൽ എന്നാകെ നമ്മളെ ഇട്ടിട്ട് ചൂടാക്കും. അതാണ് സ്ഥിതി. ലാഭേ, എന്നാ പിന്നെ ലഭിച്ചാലോ? ലോഭോദഹത്യമം, ലോഭം അവനെ ദഹിപ്പിക്കും. ലഭിച്ചു കഴിഞ്ഞാൽ ലോഭം ദഹിപ്പിക്കും. അത്യാവശ്യത്തിന് ചെലവഴിക്കാൻ മനസ്സ് വരാതിരിക്കുക, ലുബ്ധ്. ഇപ്പം ഇല്ലാത്തപ്പോൾ ഇല്ല എന്നുള്ളതും ദഹനം, ഉള്ളപ്പോഴോ ലോഭം കൊണ്ടുള്ള ദാഹം. തസ്മാ സന്താപകം വിത്തം. അതുകൊണ്ട് ഈ ധനം എന്നുള്ളത് സന്താപകമാണ്, സമ്യക് തപിപ്പിക്കുന്നതാണ്, ചുട്ടു പൊള്ളിക്കുന്നതാണ്. കസ്യ സൗഖ്യം പ്രയച്ഛതി. ഇത് ആർക്കാ സുഖത്തെ നൽകണത്? ഇതാർക്കാ സുഖത്തെ നൽകുന്നത്? ആദ്യം സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ പണത്തെക്കുറിച്ച് പറയുകയാണ്. ഭോഗേന മത്തത ജന്തോഃ ദാനേന പുനരുദ്ഭവഃ വൃഥൈവോഭയഥാ വിത്തം നാസ്ത്യേവ ഗതിരന്യഥാ. ഭോഗേന മത്തത ജന്തോഃ. ഭോഗം കൊണ്ട് ജന്തുവിന് മത്തത ഉണ്ടാവുന്നു. മതം. ധാരാളം ഭോഗം അനുഭവിക്കാൻ സാധിച്ചാൽ അഹങ്കാരിയായിട്ട് മതോന്മത്തനായി തീരും. എന്നെപ്പോലെ ആർക്കാളുള്ളത്? എല്ലാ സുഖവും എനിക്കുണ്ട് എന്നൊക്കെയുള്ള മതം വന്നു ചേരും. ശരി, എന്നാൽ പിന്നെ ദാനം ചെയ്യാന്ന് വിചാരിച്ചാലോ? ദാനേന പുനരുദ്ഭവ. ദാനം ചെയ്താൽ പണം കൂടിക്കൊണ്ടേയിരിക്കും, അതിൽ സംശയമല്ല. അപ്പം ഈ പറഞ്ഞ ഉപദ്രവമൊക്കെ കൂടും. ദാനം ചെയ്താൽ പണം കൂടുക ഉറപ്പുള്ള സംഭവമാണ്, അത് യാതൊരു സംശയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിദാനന്ദപുരി സ്വാമിക്ക് ദാനം ചെയ്ത് നോക്കൂ. വേറെ ആരും ദാനം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, കൂടിക്കൊണ്ടേയിരിക്കും. ചിദാനന്ദപുരി സ്വാമി തമാശ പറഞ്ഞാണ്, ആർക്ക് ചെയ്താൽ തമാശ പറഞ്ഞതാണ്. 10 - 2 = 8 അല്ല, 10 - 2 = 20. ഒരു സംശയമില്ല, അതിൽ യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. ആരതിനെ എതിർത്താലും, ആര് സംശയം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ധൈര്യമായിട്ട് പറയും അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ദാനം ചെയ്യുന്നു എന്നുള്ള അഭിമാനമൊന്നും അല്ല പറയണത്. പക്ഷേ ദിവസവും കയ്യിൽ എന്തെങ്കിലും വരും, ദിവസം അതേപടി കൊടുക്കും. വരുന്നതിൻ്റെ അളവ് കൂടുന്നു, കൊടുക്കുന്നതിൻ്റെ അളവും കൂടുന്നു. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഞാനൊന്നുമില്ല, ഒരു 5 പേര് വന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് നേരം പോക്ക് എന്താ വെച്ചാൽ, ഒരു അമ്മ വന്നിട്ടുണ്ട്. ആ അമ്മ ഒരു 500 രൂപ എനിക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ബാഗ് തുറന്നു, 2500 റുപ്യ ഉണ്ട്, അതെല്ലാം എടുത്തു. ഈ 500 ഇതെനിക്ക് വെച്ചതല്ലേ, അതും 3000ആയി. 6 പേർക്കും കൊടുത്തു 500 വീതം. പ്രശ്നം കഴിഞ്ഞു, സന്തോഷം. അല്ല സ്വാമി, എൻ്റെ അടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ബസ് കൂലിക്ക് വേറെ പൈസ ഉണ്ട്, മതി. പ്രശ്നം കഴിഞ്ഞു. 6 പേരും തൃപ്തരായിപ്പോയി. അവർക്കും വലിയ തൃപ്തിക്കുറവൊന്നുമില്ല 2500 പോയതുകൊണ്ട്. കാരണം അവർക്ക് ഉറപ്പായിട്ടും 5000 പിറ്റേന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്, സംശയമല്ല. അങ്ങനെ നടക്കും, ആ ദിവസവും നടക്കും. ഒഴുക്കുണ്ടെങ്കിൽ ഉദ്ഭവം വന്നുകൊണ്ടിരിക്കും, ഒഴുകുന്നില്ലെങ്കിൽ സ്രോതസ്സുകൾ അടയും, അത് സംശയമല്ല. എന്നാലും ഉപദ്രവം തന്നെ കൂടും, കൂടിയാൽ ഉപദ്രവമാണല്ലോ. അതുകൊണ്ട് ഭോഗം കൊണ്ട് മത്തത കൂടും,
ദാനം കൊണ്ട് ധനം കൂടും. പുനരുദ്ഭവ. രണ്ടായാലും വെറുതെ എന്നാ. കാരണം ദാനം കൊണ്ട് കൂടി അത് പിന്നെയും ദാനം ചെയ്യണ്ടേ, അപ്പം വീണ്ടും കൂടൂലേ, വീണ്ടും ദാനം ചെയ്യണ്ടേ. ഇത് വെറുതെ എന്തിനത്? വൃഥാവിലാണത്. എന്താ പറഞ്ഞ? ബാങ്കിലിട്ടാ പോരുന്ന? ബാങ്കിലിട്ടാ കൂടില്ല. ബാങ്കിലിട്ടാൽ എത്ര ശതമാനമാണോ പലിശ അത്രയേ കൂടുള്ളൂ. എന്ത്? നമ്മളെ നാട് നന്നാവില്ലല്ലോ. ഈ കൈ കിട്ടുന്നൊക്കെ ആൾക്കാർക്ക് നമ്മളെ നാട്ടിലുള്ളവരല്ലേ. ബാങ്കിലിടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ബാങ്കിലിടണം. ധനം ബാങ്കിലിട്ടാലേ രാഷ്ട്ര പുരോഗതിക്ക് ആ പണം ഉപയോഗിക്കൂ. ശരിയാണ്. പക്ഷേ ഈ വാങ്ങുന്നവർ നമ്മുടെ നാട്ടിലുള്ളവരല്ലേ. എന്താ അഭിപ്രായം? അവർ സാധനം വാങ്ങി, ഒരു അരി മേടിച്ചു, അല്ലെങ്കിൽ അവർ ചാരായം മേടിച്ചു. രണ്ടായാലും ടാക്സ് ആർക്കാണ്? നമ്മളെ നാട്ടിലേക്ക് തന്നെയാണ്. നമ്മളെ നാട്ടിലെ ബിസിനസ്സാണ് വളരുന്നത്. സർക്കുലേഷനിലായിരിക്കണം പണം. പണം എപ്പോഴും സർക്കുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ രാഷ്ട്രത്തിന് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ബാങ്കിലിട്ടാലും സർക്കുലേറ്റ് ചെയ്യും. അല്ലാതെ മേശയിൽ പൂട്ടി വെച്ചാൽ അത് സർക്കുലേഷൻ ഇല്ല. അത് പാടില്ല, ഒരിക്കലും പാടില്ല. ഒരു കക്ഷി മരിച്ചത് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അക്കാലത്ത് എഴുത്തുപെട്ടി എന്ന് പറയുന്ന സാധനമുണ്ട്. 4 കാലൊക്കെയായിട്ട് ഇത്രയുള്ള വലിയ എഴുത്തുപെട്ടിയാണ്. നല്ല പിച്ചള കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള നല്ല മനോഹരമായ എഴുത്തുപെട്ടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഴുത്തുപെട്ടി താക്കോൽ ആർക്കും അറിയില്ല, പത്നിക്ക് അറിയില്ല, കുട്ടിയൊക്കെ അറിയില്ല, ആർക്കും അറിയില്ല. അവസാനം എഴുത്തുപെട്ടി പൊട്ടിച്ചപ്പോൾ അതിൽ മുഴുവൻ നല്ല 20ൻ്റെ നോട്ടുകൾ. അക്കാലത്ത് ഒരൊറ്റ നോട്ട് എടുക്കാൻ കൊള്ളില്ല, എല്ലാം ദ്വാരം വന്നിട്ടുണ്ട്, എല്ലാം. ഇത് കഥ പറയാന്ന് വിചാരിക്കരുത്, ഇത് കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ആ ഒരു നോട്ട് പോലും പ്രയോജനം ചെയ്യാത്തതായി മാറി. അപ്പം ഇയാൾ വെള്ളം കുടിക്കാണ്ട് ഈ സമ്പാദിച്ചിട്ട് എന്തുണ്ടായി? ഒരു പ്രയോജനമില്ല. അയാൾക്കും ഇല്ല പ്രയോജനം, അയാളുടെ മക്കൾക്കും ഇല്ല, ആർക്കും ഇല്ല. അതാണ് സർക്കുലേറ്റ് ചെയ്യണം. ധനം സർക്കുലേറ്റ് ചെയ്യണം. സ്വർണ്ണമൊന്നും ആക്കി വെച്ചേക്കരുത്, സർക്കുലേറ്റ് ചെയ്യാം. എന്താ? ബിസിനസ്സിലിടുക, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിലിടുക. ബാങ്കിലിട്ട സർക്കുലേഷൻ ആവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിലേക്ക് കറക്കുക പണം, ഏതെങ്കിലും വിധേന. അതാണ് വേണ്ടത്. ദാനം ചെയ്താൽ കൂടും. ഓ അറിയാണ്ട് ചെയ്താൽ? അറിഞ്ഞ് ചെയ്യണം. എല്ലാവർക്കും അറിഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ദാനത്തിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ദാനത്തിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം പാത്രം അറിഞ്ഞ് ചെയ്യണം എന്ന് പറയും. പാത്രം അറിയാൻ നമുക്ക് പറ്റുമോ? ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ധാരാളം ഭാരതത്തിലുടനീളം മഹാനർത്ഥം, അധർമ്മം ആയിട്ടുള്ളൊരു വ്യവഹാരം ചെയ്യുന്നവരുണ്ട്. ഭിക്ഷാടനം ചെയ്യുന്നവർ ഒരു കുട്ടീനെ എടുത്ത് തോളിലിട്ടിട്ട് ഭിക്ഷ ചോദിക്കും. ഈ കുട്ടികൾ മിക്കവാറും 90% മയങ്ങിക്കിടക്കുകയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 90% കുട്ടികളും മയങ്ങിക്കിടക്കുകയായിരിക്കും. അത് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ട് മയക്കിയിടുകയാണ്. ഇത് റാക്കറ്റാണ്, അവരുടെ കുട്ടിയൊന്നും അല്ലത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കുട്ടികളെ എടുത്ത് ഭിക്ഷ ചോദിക്കുന്നവർക്ക് 9 പൈസ കൊടുക്കാൻ പാടില്ല. എന്നാൽ ചിലപ്പോൾ അർഹിക്കുന്നതാണെങ്കിലോ, ചിലപ്പോൾ കഷ്ടപ്പാടിന് അങ്ങറ്റത്താൽ കൈനീട്ടി ഇറങ്ങിയതാണെങ്കിലോ, നമ്മുടെ 1 രൂപ അല്ലെങ്കിൽ നമ്മുടെ ഒരു 10 രൂപ, നമ്മുടെ ഒരു 100 രൂപ അവർക്ക് ചിലപ്പോൾ
ഭക്ഷണത്തിനോ ഔഷധത്തിനോ എത്തുമെങ്കിലോ വലിയൊരു പ്രശ്നമാണ്. അതല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് പാത്രത്വമൊന്നും നമുക്ക് പരിശോധിക്കാനുള്ള കഴിവില്ല ഭഗവാന്. ദേശേ കാലേച്ച പാത്രേച്ച എന്ന് ഗീത പറഞ്ഞെങ്കിലും നമുക്ക് ദേശേ കാലേ പാത്രേ നോക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ഈശ്വരാർപ്പണ ബുദ്ധിയൈവ തദ്ദാനം സാത്വികം സ്മൃതം. എവിടെയാ പറഞ്ഞത്? ഗീതയിൽ അങ്ങനെ ഒരു ശ്ലോകം ഇല്ലല്ലോ സ്വാമി. ഗീതയിലില്ല. ഗീതയിലുള്ളതിൽ മാറ്റം വരുത്തി പറഞ്ഞതാണ്. ആദ്യത്തെ വരി ഗീതയിലുള്ളതാണ്, രണ്ടാമത്തെ നമ്മൾ കൂട്ടിയതാണ്. അപ്പോൾ ഗീതയിൽ പറഞ്ഞത് ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേച്ച പാത്രേച്ച തദ്ദാനം സാത്വികം സ്മൃതം. ഈ ദേശം കാലം പാത്രം എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും? എന്തെങ്കിലും നമ്മുടെ അടുത്ത് കോപ്പുണ്ടോ ദേശകാല പാത്രം നോക്കാൻ? ഉണ്ടെങ്കിൽ പറയൂ. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ, ഈശ്വരാർപ്പണ ബുദ്ധിയൈവ. ഈശ്വരാർപ്പണ ബുദ്ധി ചെയ്തോളാം, അത്രേ കഴിയുള്ളൂ. അല്ലെങ്കിൽ വിഷമാ, എല്ലാ നിലയ്ക്കും വിഷമാ. ഒരു കക്ഷി ഇവിടെ ഇയാൾ ഈ സിനിമയിലൊക്കെ ഉള്ള അതിനേക്കാൾ കേമായിട്ടുള്ള ചില പ്രയോഗങ്ങളുള്ള ആളാണ്. ഈ പാറയിലെ കരിമരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് തുളയ്ക്കുക, അതാണ് അയാളുടെ പരിപാടി. അങ്ങനെ വിരൽ പോയി, കാലിൻ്റെ വിരൽ പോയി, എന്നാലും അള്ളി പൊടിച്ച് കയറിട്ട് കയറി തുളച്ച് വയ്ക്കും. സാഹസികൻ, ആപാര സാഹസികൻ. ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ കാല് മുട്ടിന് താഴത്തേക്ക് പോയി. കുറച്ച് ഇവിടെ വന്നു, സ്വാമി ഒരു കൃത്രിമ കാല് വെക്കണം, ഇത്ര ഉറുപ്പ്യ വേണം. വേണ്ടതിനെയാണ്. അതിൽ ഇത്ര എൻ്റെ അടുത്തുണ്ട്, ഇനി അടിയന്തരമായിട്ടൊരു 30-35 ഉറുപ്പ്യം കൂടി കിട്ടിയാൽ കൃത്രിമക്കാലാക്കാം. എന്താ ചെയ്യുക? എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നുമില്ല. എന്തായാലും നമുക്കത് മനസ്സ് വെച്ചിട്ട് ചെയ്യാട്ടോ, വേറെ താമസിക്കാണ്ട് തന്നെ ശരിയാക്കാം. സത്യം തുറന്ന് പറയട്ടെ, പൈസ സമാഹരിച്ച് വെക്കാത്ത ഞാൻ പൈസ സമാഹരിക്കാൻ തുടങ്ങി. തുറന്ന് പറയാം, അതൊന്നും യാതൊരു തട്ടിപ്പുമില്ല. സമാഹരിക്കാൻ തുടങ്ങി, കിട്ടുന്ന ദക്ഷിണയിൽ നിന്നൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ 10-20 ഉറുപ്പ്യൊക്കെ ആയി. ഞാൻ വലിയൊരു മുതലാളിയായി. എന്നാലും ആയില്ലല്ലോ, 35 വേണ്ടേ? എന്താ ചെയ്യുക? അപ്പോഴാണൊരു വാർത്ത വരുന്നത്, സിദ്ധിനാഥാനന്ദ സ്വാമി പുരസ്കാരം ചിദാനന്ദപുരി സ്വാമിക്ക് 20,100 ഉറുപ്പ്യ ഫലകം. സന്തോഷമായി. ഇത് കിട്ടി അതേപടി ഇദ്ദേഹത്തെ വിളിച്ചു, ഇതാ പൈസ ഇതാ കൊടുത്തു. ഇദ്ദേഹം കേസ് കണക്കിന് മദ്യം വാങ്ങി, കേസ് കണക്കിന്. എന്നിട്ട് ഈ കുത്തി നടക്കാൻ ഉപയോഗിച്ച സാധനം എന്താ പറയാതെ എനിക്കറിയില്ല. എന്താണോ അത് തന്നെ. അതുകൊണ്ട് പത്നീൻ്റെ കാലടിച്ച് പൊട്ടിച്ചു. നാട്ടുകാർ വന്നു ഇവിടെ, സ്വാമി വല്ലാത്ത പണിയാ ചെയ്തത് കിട്ടുമോ? എന്ത് ചെയ്യാനാ, ഞാനെന്ത് ചെയ്യും? ഞാനല്ലല്ലോ അവരുടെ കാലടിച്ച് പൊട്ടിച്ചത്, എന്നാലും സ്വാമി കാരണമല്ലേ പൊട്ടിയെന്നാണ്. നമുക്ക് നോക്കാം, അല്ലാണ്ടെന്താ. ഇതൊന്നും കഥയാന്ന് വിചാരിക്കല്ലോ, ഉള്ളതാണ്. ഉള്ളതാണ് പറയണത്. ഇവിടെ ഉണ്ടായതാ, പിന്നെയല്ലേ. ഈ കക്ഷി ഇപ്പോഴും ഉള്ള ആൾ തന്നെയാണ്. അങ്ങനെയൊക്കെ പറ്റും. അതുകൊണ്ട് ദാനത്തിന് അങ്ങനെയുണ്ട്. എന്നാലും ദാനം ചെയ്താൽ മറ്റൊന്നും ആലോചിക്കണ്ട, അതിന് അപ്പുറം ഇപ്പുറം ആലോചിക്കാണ്ട് കൊടുക്കാനേ പറ്റൂ. അതുകൊണ്ട് ഉഭയതാവിത്തം വൃഥായേവാന്ന് അവർ 2 പ്രകാരത്തിലായാലും ധനം വെറുതെയാണ്. നാസ്തിയേവ ഗതിരന്യത, വേറൊരു ഗതിയില്ല. ഒന്നുകിൽ അത് മതം വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ദാനം കൊണ്ടത് വളരും. വളർന്നാൽ വീണ്ടും ഇതേ പ്രശ്നം വരും. അതാണ് കുഴപ്പം. ധനേന മദവൃദ്ധി സ്യാദ് മദേന സ്മൃതിനാശനം സ്മൃതിനാശാത് ബുദ്ധിനാശോ
ബുദ്ധിനാശാത് പ്രണശ്യതേ. ധനേന മതവൃദ്ധി സ്യാത്. ധനം കൊണ്ട് മതവൃദ്ധി ഉണ്ടാവും, മതം വളരും, ഇല്ലേ? അതെങ്ങനെയുണ്ട്? ധനികന്മാർ പൊതുവെ അതുവരെ കൂടെ ഉള്ളവരെ പോലും കണ്ടാൽ തിരിച്ചറിയില്ല. പിന്നെ ആ ഒരു ക്ലാസ്സിലേ അവർ ബന്ധപ്പെടുള്ളൂ. മനസ്സിലില്ല? എന്തൊക്കെയാ ആ ഒരു ഗ്രൂപ്പിലേ പിന്നെ ബന്ധപ്പെടുള്ളൂ. അതാണ്. അതുവരെ അവരെ കൂടെ ജീവിച്ച് ഒന്നിച്ച് കളിച്ചവരെ പോലും പിന്നെ അവർക്ക് പിടിക്കില്ല. ഇത് പൊതുവെ കാണുന്നതാണ്. അതാണ്. ധനേന മതവൃദ്ധി സ്യാത്. മതേന സ്മൃതിനാശനം. മതം വന്നു കഴിഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ആരാണ്, എവിടുന്ന് വന്നു, എങ്ങനെയാ വന്നത്, ഞാൻ കടന്നു വന്ന വഴി ഏതാണ്, ഒക്കെ മറന്നു പോകും. കടന്നു വന്ന വഴി ഏതാണ് മറക്കില്ല, മറക്കും. അതാണ് സ്മൃതിനാശനം. സ്മൃതിനാശാത് ബുദ്ധിനാശ. സ്മൃതിനാശം വന്നാൽ ബുദ്ധിനാശം, കാര്യകാര്യ വിവേകം നഷ്ടപ്പെട്ടു പോകും. ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശം കൊണ്ട് സമ്പൂർണ്ണ നാശം വരും. ഇത് വളരെ ലളിതമായൊരു ഭാഷയിൽ എഴുതിയ കൃതിയാണ്. ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി വന്ന് എഴുതിയിരിക്കുക. അതുകൊണ്ടാണ് ആവർത്തനമൊക്കെ വരുന്നത്. സുഖയതി ധനമേവേത്യന്തരാശാ പിശാച്യ ദൃഢതരമുപഗൂഢോ മൂഢലോകോ ജഡാത്മാ നിവസതി തദുപാന്തേ സന്തതം പ്രേക്ഷമാണോ വ്രജതി തദപി പശ്ചാത് പ്രാണമേതസ്യ ഹൃത്വാ. ധനമേവ സുഖയതി ഇതി അന്തരാശാ പിശാച്യ ദൃഢതരമുപഗൂഢഃ മൂഢലോകഃ ജഡാത്മാ നിവസതി. ധനമാണ് നമ്മളെ സുഖിപ്പിക്കുന്നത്. ആരാ സുഖിപ്പിക്കുന്നത്? ധനമാണ് നമ്മളെ സുഖിപ്പിക്കുന്നത് എന്ന്. അതാണ് സുഖയതി ധനമേവ. ധനം നമ്മളെ സുഖിപ്പിക്കുന്നു എന്ന് അന്തരാശാ പിശാച്യ, ഉള്ളിലുള്ള ആശയാകുന്ന പിശാച് നമ്മളെ പഠിപ്പിക്കും. ഉള്ളിലുള്ള ആശയാകുന്ന പിശാച് നമ്മളെ പഠിപ്പിക്കും. എന്ത്? ധനമാണ് നമുക്ക് സുഖത്തെ ഉണ്ടാക്കുന്നത് എന്ന്. എന്നിട്ട് ദൃഢതരം ഉപഗൂഢ, എന്നിട്ട് അവൻ വളരെ ശക്തമായിട്ട് ധനത്തെ ഒളിപ്പിച്ച് സൂക്ഷിക്കുകയായി. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സുഖം ഇത്ര ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇല്ലേ? അങ്ങനല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക, എണ്ണി നോക്കുക, കുറവില്ലല്ലോ, ഉണ്ട്, ആക്കണ്ട്, എത്ര ഉണ്ട്, ഇത്ര ഉണ്ട് എന്നൊരു അഭിമാനം. ദൃഢതരമുപഗൂഢ മൂഢലോക. മൂഢലോകം അങ്ങനെയാ ചെയ്യുക. ജഡാത്മാ, ജഡമായ അന്ധകരണത്തോട് കൂടിയവൻ. നിവസതി, അങ്ങനെ പണത്തിൻ്റെ മുകളിൽ താമസിക്കും. ചില ആൾക്കാർ പണത്തിൻ്റെ മുകളിലാണ് കിടക്കുക തന്നെ. അതെ, ഞങ്ങളൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ ഈ രീതിയിലല്ല കേട്ടോ. ഈ ധനത്തിലുള്ള ആഗ്രഹം കൊണ്ടല്ല, വേറൊരു ആഗ്രഹം വെച്ചിട്ട്. അതായത് കൊച്ചുനാളിൽ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം കള്ളനായി ചിത്രീകരിക്കപ്പെട്ടു, കൊച്ചുകുട്ടിയായപ്പോൾ. ഒന്നും കൂടി പിന്നോട്ട് പോയാൽ ഒരു പ്രദേശത്ത് വലിയ സ്വത്തുള്ളവരായിരുന്നു അവർ, ഒരു പ്രദേശത്ത്. അങ്ങനെ 1921 മാപ്പിള ലഹളക്കാലത്ത് കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസ് കത്തിക്കപ്പെട്ടു. അപ്പോൾ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ രേഖകളൊക്കെ കത്തിപ്പോയി. അങ്ങനെ കത്തിപ്പോയതോടുകൂടി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അങ്ങനെ അവിടെ ചില കുടുംബക്കാർ സ്വത്തുകളൊക്കെ കൈവശാക്കി, ബാക്കിയുള്ളവരൊക്കെ അടിച്ചു ഓടിച്ച് അങ്ങനെയൊക്കെയായി. അപ്പോൾ ഇവരുടെ കുടുംബത്തിന് അവകാശപ്പെട്ട സ്വത്തൊക്കെ വേറെ കൈവശമായി. അപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഇയാളൊരു 13 വയസ്സുള്ള സമയത്ത് കമുകിന് മുകളിൽ കയറി അടയ്ക്ക പറിക്കാൻ അങ്ങനെ പിടിക്കപ്പെട്ടു. കമുകിനോട് കെട്ടി അടിച്ചു ആൾക്കാർ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇട്ടു. അന്നൊക്കെ അതൊക്കെ സാധിക്കും. സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും സാധിക്കുന്ന കാലമാണ്.
അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ വിരോധമായി. എന്ത് വഴിയായാലും പണം സമ്പാദിക്കണം. അങ്ങനെ മോഷണം തുടങ്ങി. സത്യത്തിൽ മോഷണമുള്ള ആളായിരുന്നില്ല. ആ കുട്ടിക്ക് മോഷണ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടേതാണെന്നുള്ള ചിന്ത കൊണ്ടാണ് കവുങ്ങിൻ്റെ മുകളിൽ കയറിയത്. അനീതിക്കെതിരായിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് കയറിയത്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ പിന്നീട് മോഷണം തൊഴിലാക്കി. ഇടയ്ക്കിടയ്ക്ക് പിടിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും, പിന്നെയും പുറത്തു വരും, പിന്നെയും അകത്തു പോവും. ഈ അകം പുറായി അങ്ങനെ വന്നപ്പോൾ അപ്പോഴത്തേക്ക് കാലം മുന്നോട്ട് പോയി, ആൾ കുറച്ച് വലുതായി. എങ്ങനെയെങ്കിലും ഇവരെ കേസിൽ പരാജയപ്പെടുത്തണം, എന്നിട്ട് ആ സ്വത്ത് വീണ്ടെടുക്കണം. ഈ ഒരൊറ്റ ജീവിത വ്രതം. അതിനെന്താ വഴി? പണം ഉണ്ടാക്കണം. ഏറ്റവും അധികം പണം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി എന്താ? ചാരായം കാച്ചൽ. 80 ഇരട്ടി പണം ഉണ്ടാവും. അങ്ങനെ നാടൻ ചാരായം കാച്ചാൻ തുടങ്ങി. ഇത് കഥ പറയാന്ന് വിചാരിക്കരുത്. നമ്മളൊരു വളരെ അടുപ്പമുള്ള ആളാണ്. ഇപ്പം ഇല്ല ആള്. നമ്മളായിട്ട് വളരെ അടുപ്പെന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ ഇപ്പോൾ സംസാരിക്കണത്. അല്ലെങ്കിൽ നമ്മളെ കാറ്റേ പോയിട്ടുണ്ടെന്ന്. ഏതായാലും ഇങ്ങനെ ചാരായം കാച്ചി പണം സ്വരൂപിച്ച് 100ൻ്റെ കെട്ടാക്കും. 100ൻ്റെ കെട്ടാക്കിയിട്ട് ആ കെട്ട് പണം കൊണ്ട് കിടക്കുണ്ടാക്കി നോക്കുക. അതിൻ്റെ മുകളിൽ കിടക്കുക. ആരും സംശയിക്കില്ലല്ലോ. ഒരു പോലീസും സംശയിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനെ പണത്തിൻ്റെ കിടക്ക. കേസ് കൊടുത്തു. കേസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. വക്കീലിന് അക്കാലത്തെ 1000 റുപ്യ, അക്കാലത്ത് 1000 ഇന്നത്തെ ലക്ഷക്കണക്കിനാണ്. കേസ് ഇങ്ങനെ നടത്തും, പൈസ ഇങ്ങനെ കൊടുക്കും, നീട്ടിവെക്കും, കോടതി നീട്ടിവെക്കും. ഇവിടുന്ന് അങ്ങോട്ടാവും, അവിടുന്ന് ഇങ്ങോട്ടാവും. ഒരു വിധിയായി കഴിഞ്ഞാൽ അതിന് അപ്പീൽ പോവും, അതിന് വീണ്ടും ഇങ്ങനെ നീണ്ടുപോവുക. കേസ് അങ്ങനെയാണല്ലോ കേസിൻ്റെ സ്വഭാവം. ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്ക് ദിവസം ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. നാമജപത്തേക്കാൾ ഇയാൾക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അതൊരു പ്രധാന പരിപാടിയാണ്. അത് പിന്നെ അവസാന കാലത്തും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചുരുക്കി പറയാലോ, ഈ കിടക്കി അങ്ങോട്ട് കത്തി. ഇത്രയും കാലത്തെ അധ്വാനം മുഴുവൻ വെണ്ണീറായി. അതോടുകൂടി അദ്ദേഹത്തിന് ഇനി എന്താ വേണ്ടൂന്നായി. നേരെ മൂകാംബികയിൽ പോയി. മൂകാംബികയിൽ നിന്ന് ഇത് പറ്റില്ല, ഇവിടെ പോരാ, കൊടജാദ്രി പോയി. അങ്ങനെ കാട്ടിൽ തപസ് ചെയ്യാൻ ആരംഭിച്ചു. നല്ല തപസ്സാണ്. അങ്ങനെ ഇരിക്കുക. അത് തന്നെയാ തപസ്, വേറെ തപസ്സൊന്നുമില്ല. പക്ഷെ ഒരു അഭിലാഷം മാത്രം. എന്ത്? ഇവരെ കേസിൽ സ്വത്ത് ആർക്ക് കൊടുത്താലൊന്നുമില്ല, എവരെടുത്തും തിരിച്ചു പിടിക്കണം. ഈ കുടുംബക്കാർ ചതിയന്മാരെടുത്തും തിരിച്ചു പിടിക്കണം. ഒറ്റ ജീവിത ദൗത്യം. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ, ആർക്ക് എന്തെങ്കിലും ഒന്ന്, തൻ്റെ കയ്യിൽ ഒരു പൂവള്ളിച്ച് ആ പൂവിൻ്റെ ഒരു ഏതെങ്കിലും വേറൊരാൾക്ക് കൊടുക്കണം. ഒരു പഴം തൻ്റെ അടുത്തുള്ള പഴത്തിൻ്റെ കഷ്ണമെങ്കിലും കൊടുക്കണം വേറൊരാൾക്ക്. നല്ല സന്തോഷമുള്ള, എല്ലാം ഷെയർ ചെയ്യുന്ന സ്വഭാവമാണ്. അതൊരു സ്നേഹമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊടജാദ്രിയിൽ മുകളിൽ വെള്ളം ബക്കറ്റിലാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും, നടന്ന് വരുന്നവർക്കൊക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ ഇടും. അദ്ദേഹം പോയി അരിയൊക്കെ വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അവരിങ്ങനെ കഴിക്കണ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് അവിടെയുള്ള പലർക്കും അലോസരായി. അവർ ഫോറസ്റ്റ് ഗാർഡുമാരെയൊക്കെ സ്വാധീനിച്ച് ഇദ്ദേഹത്തെ അടിച്ച് ചത്തൂന്ന് ഏകദേശം ഉറപ്പായപ്പോൾ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇദ്ദേഹം ഉണ്ടോ ചാവുന്നത്? ഇദ്ദേഹം എല്ലാം കൂടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞ് ഒരു വിധം പുറത്തേക്ക് വന്ന് പിന്നെ കൊടജാദ്രി അങ്ങനെ തപസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ നാടകം തുടരും, പിന്നെ അദ്ദേഹം ചെയ്യും. അങ്ങനെ ആയി. ഏതായാലും കേസിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അവസാനയൊക്കെ അനുകൂലമായി വിധിയായി നടത്തി കിട്ടുക വേണ്ടു. ആ സമയത്താണ് അദ്ദേഹം മരിച്ചത്. മരണം ഇവിടുന്ന് തന്നെ ഉണ്ടായത്.
ഇവിടുന്ന് മരിച്ചെന്ന് പറയാൻ വയ്യ. ഇവിടുന്ന് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് ഞാനാണ് വണ്ടി ഓടിക്കണത്. അദ്ദേഹം ഡിസ്ട്രിക്ട് ക്രിമിനലായിരുന്നു. അപ്പം എല്ലാ മാസവും പോലീസിൽ അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തണം. എന്നിട്ടത് സർക്കിൾ ഇൻസ്പെക്ടർ രേഖപ്പെടുത്തി DYSP റാങ്കിലുള്ള ആൾ അത് ഒപ്പിടണം എല്ലാ മാസവും. അപ്പോൾ അവർക്കറിയാം കൊടജാദ്രിയാണ്. അപ്പോൾ അവർ എഴുതി വെക്കും കൊടജാദ്രി കണ്ടു, എഴുതി വെക്കും, ഒപ്പിടും. എവിടെ ഏതായാലും അദ്ദേഹം മരിച്ചപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യാൻ ഞാൻ പോകേണ്ടി വന്നു. ഇയാൾ തന്നെയാണ് ഇയാൾ എന്ന്. കാരണം പേര് വേറെയാണ്. ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പേരും അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിക്ട് ക്രിമിനൽ എന്നുള്ള പേരും രണ്ടും രണ്ടാണ്. അപ്പം നോക്കൂ, ഈ കെട്ടി വെച്ചത് അന്നത്തെ കാലത്ത് ലക്ഷങ്ങളുണ്ട്. കാരണം 100 റുപ്യേൻ്റെ കെട്ടാ 30 രൂപ 100 രൂപ 10,000 റുപ്യല്ലോ. അതുകൊണ്ടാണ് കിടക്കുണ്ടാക്കിയിട്ടുള്ളത്. ഒക്കെ വെണ്ണീറായി പോയി ഒരു നിമിഷം കൊണ്ട്. അതുകൊണ്ട് ആരും കിടക്കൊന്നും ഉണ്ടാക്കി കെട്ടി വെക്കണ്ട, ഒക്കെ വെണ്ണീറായി പോവും. അതുകൊണ്ട് ഇത് കെട്ടിവെച്ചിട്ട് മൂഢലോകം ജഡാത്മാവ് താമസിക്കുന്നു. നിവസതി തതുപാന്തി, അതിൻ്റെ അടുത്ത് ഇങ്ങനെ താമസിക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അങ്ങനെയല്ലേ? അത് ഇടയ്ക്ക് എണ്ണി നോക്കുക, പഴയ ഉണ്ടല്ലോ സന്തോഷം ഇത്രയൊക്കെ കണ്ട്. അതാണ് സന്തതം പ്രേക്ഷമാനഹ, എപ്പോഴും ഇങ്ങനെ ഈ പണം നോക്കിയിരിക്കുക. അതാണ് ശരിക്കൊരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. എന്നിട്ടോ പശ്ചാത്, ഒടുവിൽ എന്ത് സംഭവിക്കും? ഏതസ്യ പ്രാണം ഹൃത്വ തദഭിവ്രജതി, യവൻ്റെ ജീവനും കൊണ്ട് അവൻ പോവും. ആര് പോവും? പണം. കാരണം യവൻ്റെ ജീവൻ മുഴുവൻ പണത്തിലാണുള്ളത്. പണം നഷ്ടപ്പെടും, ഇവൻ്റെ ജീവനും കൊണ്ട് പണം പോവും. ഇതാണ്. ഇങ്ങനെ ധനത്തെക്കുറിച്ച് വീണ്ടും കുറച്ചും കൂടി തുടരുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. കുറച്ചുകൂടി തുടരുന്നുണ്ട്.